നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നെ ഇത് നോക്കി, ഇതുണ്ടോ? ഈ മൂന്നാർ വരുന്നവർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലത്തൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ എറണാകുളം മാർക്കറ്റൊക്കെ പോലെ നല്ല രസമാണ്. വളരെ ചെറിയ 2 പേർക്ക് നടന്നു പോകാൻ പറ്റിയ വഴികൾ. പിന്നെ ഈ നേരെ കാണുന്ന മൂന്നാർ കോളനിയാണ്. ഇത് കണ്ടോ, എന്തോരം വീടുകൾ അടുപ്പിച്ച്. അയ്യോ, ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാറിലെ 2ാമത്തെ നമ്മുടെ എപ്പിസോഡ് വീഡിയോ ആണ്. ളാക്കാട് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്, തേയിലത്തോട്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ജോയും ചാർലി ചേട്ടനുമായിട്ട് നേരെ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് ജോയ്ക്ക്. അപ്പോൾ ഡാർവിൻ ചേട്ടൻ അവിടെ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. തണുപ്പ് വലുതായിട്ടില്ല അല്ലേടാ ജോയെ? അല്ലേ? ഏത് പാട്ടാന്ന് പറയണോ വീഡിയോ എടുക്കാൻ പോണേ? ഇപ്പോഴേ പറയണ്ടല്ലേ? ജോ കോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള രീതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വണ്ടിയിലോട്ട് പോകട്ടോ. ഇതുണ്ടോ, ടൈം ഏകദേശം ഇപ്പോൾ 6:33. അത്യാവശ്യം നല്ല മഞ്ഞായി തുടങ്ങി. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ടൗണിൻ്റെ അവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട്, വണ്ടി തിരക്കുണ്ട്. നമ്മളെന്തായാലും ഇവിടുന്ന് നടന്ന് ഈ അരുവിയുടെയൊക്കെ അവിടെ പോകണം. പിന്നെ ആ പാലത്തിൻ്റെ അവിടുന്ന് ചെറിയൊരു പാർക്ക് പോലത്തതുണ്ട്, അവിടെയൊക്കെ പോകണം. അപ്പോൾ നേരെ നമ്മളിനി നടന്ന് ആ കാണുന്ന എന്താ പറയുക, ചെറിയൊരു പാർക്ക് പോലത്തെ അതുണ്ട്, അവിടെ പോകുന്നത്. നേരെ നടക്കാം പാ. ഞാൻ നമ്മളെ പാലത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. ഇതുണ്ട്, അടിയിൽ നല്ല ഒഴുക്കുണ്ട്. വലിയ വെള്ളമൊന്നും ഇല്ലെങ്കിലും നല്ല ഒഴുക്കുണ്ട്. നല്ല തണുത്തുറഞ്ഞ വെള്ളമായത്. നമ്മളിനി നേരെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ ടൗണിൻ്റെ അങ്ങോട്ട് തന്നെ പോവുക. അവിടാണ് പുതിയ ടൗൺ. ഇത് മൂന്നാർ ഓൾഡ് ടൗണാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നേരെ തിരിച്ചിവിടെ വരും. നല്ല തിരക്കാട്ടോ ടൗണിൽ, ഒരു രക്ഷയില്ല. ഞാൻ കാണുന്ന പള്ളി, ഇത് രസമല്ലേ? ഇതൊരു ഇരുമ്പ് പാലം കേട്ടോ. പള്ളി ഫുള്ള് ലൈറ്റിട്ടുള്ള വ്യൂ ഇതാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ടൗണിൻ്റെ ഒറ്റ നടുക്ക് നേരെ പള്ളിയുടെ ഓപ്പോസിറ്റ് ഇവിടെ HP ഒരു പമ്പുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സിൻ്റെയൊക്കെ കടകളാട്ടോ. മൂന്നാർ വന്ന് ഈ തേയിലയും ചോക്ലേറ്റൊക്കെ മേടിക്കുന്ന ടീമുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും, അത് വേറൊരു കാര്യം. ഇതുണ്ട്, ഇവിടുത്തെ തിരക്ക് ഇതാണ്. വണ്ടികളൊക്കെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എന്തിൻ്റെ കടയാണെന്നറിയോ? ചോക്ലേറ്റ്സിൻ്റെ കട. ശ്രദ്ധിച്ചില്ലല്ലേ നീ? പിന്നെ തട്ടുകട. ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ടാക്സി സ്റ്റാൻഡ് ആട്ടോ. ഇതേ പിന്നെ അവിടെ ചോക്ലേറ്റ്സിൻ്റെ കട. ക്യാരറ്റ് ഇപ്പോഴാട്ടോ കണ്ടേ. ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് പഴയ ടൗണിൻ്റെ പുതിയ ടൗണിൻ്റെ നടുക്കുള്ളൊരു ജംഗ്ഷൻ്റെ പോലത്തെ സ്ഥലത്തെത്തി കേട്ടോ. ഒരു പാലമൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി. ഇവിടെ ചെറിയൊരു പിള്ളേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്ക് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വരുവാണ്. ഇവിടെ ഒരു ബഫലോൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാട്ടുപോത്തിൻ്റെ ഒരു ഇത് സിമെൻറ്റിൽ പണിതുണ്ട്. പിന്നെ ഇവിടെ ബെഞ്ചും ഇതൊക്കെ ഇട്ട് പണികൾ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതുണ്ട്, സൈക്കിളിൻ്റെ ടയറൊക്കെ വെച്ച് കൊള്ളാം. ചെറിയ രീതിയാണ് സംഭവം. ഈ ബെഞ്ചിൽ ഇരിക്കുവാണേ നല്ല സുഖമായിരിക്കും കേട്ടോ. എൻ്റെ പൊന്നോ, നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ ഇതുണ്ട്, നമ്മുടെ കൽക്കരി എഞ്ചിൻ്റെ ചെറിയൊരു എഞ്ചിൻ ഭാഗം മാത്രം, ആ സൈഡ് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ലൈറ്റും കൂടെ വന്ന അടിപൊളിയായിരിക്കും. ഐ ലവ് മൂന്നാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൊമ്പൻ ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ആനയുടെ പ്രതിമയാണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് മാത്രം. ഇത് കണ്ടോ, പ്ലാസ്റ്റിക് കുപ്പികൾ നെറ്റടിച്ച് ഉണ്ടാക്കിയിരിക്കുക. ആനയുടെ പ്രതിമ കേട്ടോ. പിന്നെ ഇവിടെ ഒരു മാനിൻ്റെ പ്രതിമയുണ്ട്. ഇതിലൊന്നും ടച്ച് ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മളിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല അടിപൊളി ഒരു വൈബായിരിക്കും ഇവിടെ. ചാർലി ചേട്ടൻ്റെ വൈഫിനെ കാണിച്ചില്ലല്ലോ, പേര് പറ. ജയമേരി. ഓക്കെ, പോർക്കുണ്ടാക്കിയ ആൻറ്റി അല്ലേ? സൂപ്പറായിരുന്നു കേട്ടോ. അത് സൂപ്പറായിരുന്നു. ഏറ്റവും അടയാളം ഇത് ഉണ്ട്. എൻ്റെ പ്ലേറ്റ് നോക്കിയാൽ മതി. നല്ല സൂപ്പർ പോർക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പോലെ സമയം കിട്ടിയില്ല. ഇപ്പം വീഡിയോയുടെ കാര്യം ചാർജിച്ചിട്ട് സത്യം ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടേ വീഡിയോ എടുക്കാൻ പോലും മറന്നുപോയി. ഇപ്പോൾ ഒന്ന് തണുത്തിട്ടൊരു രക്ഷയില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പ്. നമുക്കപ്പോൾ രാവിലെ കാണാം. രാവിലെ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റ് നിങ്ങൾ ആ ഒരു കോടമഞ്ഞൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കൊരു പ്ലാനില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേക്കുവാണെങ്കിൽ നിങ്ങൾ കോടമഞ്ഞ് കാണിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. എൻ്റെ അമ്മ കണ്ണത് തുറക്കാൻ വയ്യ. രാവിലെ 8 മണിയായി. നല്ല ഉറക്കമായിരുന്നു. ചാർലി ചേട്ടൻ വന്ന് രാവിലെ വിളിച്ച് എഴുതിപ്പിച്ചു. വണ്ടിയുടെ മേളിലൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി ഇട്ടിട്ടുണ്ട്, നോക്കാം. പക്ഷേ എൻ്റെ പൊന്നെ ഇത് നോക്കി. ഓ ടൈറ്റായിരിക്കും. ഇതുണ്ടോ, പൈസ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, മൂന്നാറൊക്കെ ഇത്ര മഞ്ഞ് പെയ്ത് ഇങ്ങനെ
മഞ്ഞ് വീഴുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വണ്ടിയുടെ വെള്ളമുണ്ട്. ഇതൊരു ഓൾട്ടോയാണ്. മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ട. അയ്യോ കൈ തടുക്കുന്നു. രാവിലെ അവിടെയൊക്കെ നല്ല വെയിലായി. രാവിലത്തെ നമ്മുടെ ചായ കിട്ടി. കൊള്ളാം. അങ്ങനെ ഞങ്ങൾ നല്ല പൊറോട്ടയും മുട്ടയൊക്കെ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കട്ടെ. കാപ്പി വേണ്ടെന്ന് പറഞ്ഞു. അല്ല ചൂടുവെള്ളം. എങ്ങനെയുണ്ട് ചൂടുവെള്ളം കുടിച്ചിട്ട് തണുപ്പത്ത്? അടിപൊളിയല്ലേ? ചേച്ചിമാർ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ. ഡാർവിൻ ചേട്ടൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേ കേട്ടോ. എന്താ സംഭവം എന്ന് അറിയത്തില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ഈ ഗാർഡനിലോട്ടാട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സർപ്രൈസ് ആയി പോയിട്ടോ. എന്തോരം ചെടികളാണെന്നറിയോ, ഒരു രക്ഷയില്ല. ഇവിടെ ഓരോ റോസാപ്പൂവിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ എൻ്റെ പൊന്നോ. ജോ എങ്ങനെയാ എന്താ ഈ കാണുന്നത്? നമ്മുടെ ഗാർഡൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു വാർത്തമ്മക്കാരുടെ ഹോട്ടലാട്ടോ. നമ്മുടെ ഡാർവിൻ ചേട്ടൻ്റെ ഒരു കസിൻ ഇവിടുത്തെ കുക്കാണ്. പിന്നെ ഈ നേരെ കാണുന്ന മൂന്നാർ കോളനിയാണ്. ഇത് കണ്ടോ എന്തോരം വീടുകൾ അടുപ്പിച്ച്. ഇതാണ് ഡാർവിൻ ചേട്ടൻ്റെ കസിൻ. പേര് പറ. ബെഞ്ചമിൻ ചേട്ടൻ. ബെഞ്ചമിൻ ചേട്ടൻ ഇവിടുത്തെ ഹോട്ടലിലെ കുക്കാ അല്ലേ? ഓക്കെ. പറയുന്ന അനുസരിച്ചല്ലേ, ഓർഡറിനനുസരിച്ചല്ലേ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ബെഞ്ചമിൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയറിനും എല്ലാത്തിനും നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മതി അല്ലേ? അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ റൂം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ ജസ്റ്റ് ചേട്ടായി കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നത് കണ്ടോ. കട്ടിലുണ്ട്, അവിടെ ഇരിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ആ സൈഡിൽ നമുക്കൊരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി എന്നുള്ള വ്യൂ ഇതാണ്. ഇത് ഇവിടുത്തെ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം റൂം കേട്ടോ. ഇവിടെ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ഡൈനിങ്. ഇത് പിന്നെ മറ്റേതിനുള്ള സെറ്റപ്പാ. കൊള്ളാം. അപ്പോൾ ഇതിന് ബാൽക്കണി ഇല്ലേ? ബാൽക്കണി ഉണ്ട്. ഇതിന് ഇവിടെയും ബാൽക്കണി ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതിന് നല്ല നീളത്തിലുണ്ടല്ലേ? ഇത് കൊള്ളാം. ഇതിന് നല്ല നീളത്തിൽ. നിങ്ങൾ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. അപ്പോൾ ഓക്കെ, കാണാം. ബൈ ബൈ. ഞാനങ്ങനെ പിന്നെ ടൗണിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കും കേട്ടോ. എനിക്ക് ചെറിയൊരു കളിപ്പാട്ട സാധനം മേടിക്കണം. വീടിൻ്റെ അപ്പുറത്തൊരു കൊച്ചുണ്ട്, ജാനു എന്ന് പറഞ്ഞിട്ട്. ജാനു എന്നല്ല, ജാൻവിന്ന് എങ്ങാണ്ട പേര്. പക്ഷേ ഞാൻ ജാനു എന്നാണ് വിളിക്കുന്നത്. അല്ല, എല്ലാവരും ജാനു എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ജാനുവിന് നമ്മൾ ജാനുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനുവിനൊരു കളിപ്പാട്ടം എന്തായാലും മേടിക്കണം. ഈ മൂന്നാർ വരുന്നവർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലത്തൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ എറണാകുളം മാർക്കറ്റൊക്കെ പോലെ നല്ല രസമാണ്. വളരെ ചെറിയ 2 പേർക്ക് നടന്നു പോകാൻ പറ്റിയ വഴികൾ. ഇതൊക്കെ നിങ്ങൾ ഈ മൂന്നാറൊക്കെ ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ മിക്കവരും കണ്ടിട്ടുണ്ടാകത്തില്ല. എന്തൊക്കെ വെറൈറ്റി ഐറ്റങ്ങൾ കടയാന്നറിയാം. നമ്മുടെ എറണാകുളം മാർക്കറ്റ് പോലെ തന്നെ അതിൻ്റെ ഇടക്കൂടെ ജീപ്പ് കയറി വരുന്നുണ്ടോ. നമ്മൾ ജാനുവിന് ഈ കാണുന്നൊരു തൊപ്പി ആട്ടോ മേടിച്ചത്. പിന്നെ ഒരു 2-3 ചെറിയ കോട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നേരെ വണ്ടിയായിട്ട് നമ്മുടെ ചാർലി ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ചോറും കഴിച്ചിട്ട് നേരെ തിരിച്ച് ആലപ്പുഴയ്ക്ക് വിട്ടേക്കുക. നല്ല സൂപ്പർ ബീഫ് കറി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല. ചാർലി ചേട്ടൻ, എന്താണ് സ്പെഷ്യൽ? ബീഫ് ഇന്ന് നമ്മൾ പറഞ്ഞു ചെയ്യിക്കുക കേട്ടോ. സ്പെഷ്യൽ ഏതാ? ബീഫ് മോര് കറി. ബീഫ് മാത്രം മതി എനിക്ക്. അതെ, വെള്ളം പോണ്. ഇവിടുത്തെ വെള്ളമൊക്കെ കാണുന്ന പോലെ കേട്ടോ. നല്ല തണുപ്പോ, രക്ഷയില്ല. ഞാൻ നേരെ ചോറെടുക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് കറി. അയ്യോ, അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇറങ്ങാനായി. ഇനി ലാസ്റ്റ് എൻ്റെ പവർ ബാങ്ക് കൂടെ ഉള്ളായിരുന്നു എടുക്കാൻ. ഇവിടുന്ന് ഒരു പട്ടിക്കുട്ടീനെയും കൂടെ ഡാർവിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ചാർലി ചേട്ടൻ, നമ്മളൊക്കെ ഒരു ഫാമിലിയാ, എപ്പോഴും ഒന്നിച്ചിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം. എനിക്ക് വയ്യ. ഓക്കെ ബൈ, സി യു. ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ ബൈ. വണ്ടി കയറിക്കോ മക്കളെ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വിടുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.